Hi my dear viewers, you are all welcome to my botany class. ഇന്ന് നമ്മൾ +1 ബോട്ടണിയിലുള്ള ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. ഇത് നിങ്ങളുടെ ബോട്ടണി സിലബസിലുള്ള ഫസ്റ്റ് ചാപ്റ്ററാണ്. ഇവിടെ നിങ്ങൾക്ക് ഓർഗാനിസത്തിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ് പഠിക്കാനുള്ളത്. പല സയൻറ്റിസ്റ്റും പല രീതിയിലും ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ഫസ്റ്റ് പ്രപ്പോസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആൻഡ് ദാറ്റ് വാസ് പ്രപ്പോസ്ഡ് ബൈ കാർൽ ലിനേയസ്. കാർൽ ലിനേയസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് കൊണ്ടുവന്നിട്ടുള്ള ക്ലാസിഫിക്കേഷൻ, അതിന് കൊടുത്തിട്ടുള്ള പേരാണ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഇതിനകത്ത് ടു കിങ്ഡം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് രണ്ട് ഗ്രൂപ്പുകളായിട്ട്, മൊത്തത്തിലുള്ള ഓർഗാനിസത്തിനെ രണ്ട് ഗ്രൂപ്പുകളായിട്ടാണ് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. പ്ലാന്റ്സിൻ്റെ ഒരു ഗ്രൂപ്പും ആനിമൽസിൻ്റെ മറ്റൊരു ഗ്രൂപ്പും. So, Carl Linnaeus proposed two kingdom classification, and under this head he has explained that there are two broad classifications on the basis of the peculiarities of organisms, and he has classified the organisms into two major groups like kingdom Plantae and kingdom Animaliae. And from the word itself we can understand that kingdom Plantae means it includes all type of plants, and kingdom Animalia means which includes all type of animals. ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ റിജക്റ്റ് ചെയ്യപ്പെട്ടെങ്കിലും അവിടെ RH വിറ്റാക്കർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് വീണ്ടും 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തു. അപ്പോൾ RH വിറ്റാക്കർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിൻ്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനാണ് ഇന്നും നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഓർഗാനിസത്തിനെ 5 ഗ്രൂപ്പുകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ഗ്രൂപ്പ് കിങ്ഡം മൊണീറ, രണ്ടാമത്തത് കിങ്ഡം പ്രൊട്ടിസ്റ്റ, മൂന്നാമത്തെ ഗ്രൂപ്പ് കിങ്ഡം ഫഞ്ചൈ, നാലാമത്തത് കിങ്ഡം പ്ലാന്റേ ആൻഡ് ലാസ്റ്റ് വൺ കിങ്ഡം ആനിമാലിയ. So, 5 kingdom classification was proposed by RH Whittaker, and according to this classification there are 5 different groups of organisms. The first group is kingdom Monera, then second one kingdom Protista, third one kingdom Fungi, and fourth one kingdom Plantae, and the last one kingdom Animaliae. ഇവിടെ 5 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിൽ രണ്ടാമത്തെ ഗ്രൂപ്പ് കിങ്ഡം പ്രൊട്ടിസ്റ്റ, അത് വീണ്ടും 5ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ്? ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലജലേറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്, സ്ലൈം മോൾഡ്സ് ആൻഡ് പ്രോട്ടോസോൺസ്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഒന്നാമത്തെ കിങ്ഡം കിങ്ഡം മൊണീറ, രണ്ടാമത്തെ കിങ്ഡം കിങ്ഡം പ്രൊട്ടിസ്റ്റ, ആ ഗ്രൂപ്പിനെയാണ് വീണ്ടും 5ആയിട്ട് തിരിച്ചിട്ടുള്ളത്. ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലജലേറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്, സ്ലൈം മോൾഡ്സ് ആൻഡ് പ്രോട്ടോസോൺസ്. ഈ ലാസ്റ്റ് ഗ്രൂപ്പിലുള്ള ഓർഗാനിസത്തിനെ വീണ്ടും 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തതാണ്. അമീബോയിഡ് പ്രോട്ടോസോൺ, ഫ്ലജലേറ്റഡ് പ്രോട്ടോസോൺസ്, സിലിയേറ്റഡ് പ്രോട്ടോസോൺസ് ആൻഡ് സ്പോറോസോൺസ്. അങ്ങനെയാണ് രണ്ടാമത്തെ കിങ്ഡത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. And the second one is further divided into many groups like chrysophytes, dinoflagellates, euglenoids, slime molds and protozoans. And the last group of organisms, protozoans, that is again divided into amoeboid, flagellated, ciliated and sporozoans. പിന്നെ എന്താണ് മൂന്നാമത്തത്? കിങ്ഡം ഫഞ്ചൈ, ഫംഗസിനെ കുറിച്ച് പഠിക്കുന്ന അല്ലെങ്കിൽ ഫംഗസിനെ മൊത്തത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് കിങ്ഡം ഫഞ്ചൈ. അതിനെ വീണ്ടും 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫൈക്കോമൈസിറ്റ്സ്, ആസ്കോമൈസിറ്റ്സ്, ബസിഡിയോമൈസിറ്റ്സ് ആൻഡ് ഡ്യൂട്രോമൈസിറ്റ്സ്. പിന്നെ നാലാമത്തത് കിങ്ഡം പ്ലാന്റേ, അത് നിങ്ങൾക്ക് ബോട്ടണിയിലെ ഒരു ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്ററായിട്ട് തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. കിങ്ഡം ആനിമാലിയെ നിങ്ങൾ ആനിമൽസിനെ കുറിച്ച് സുവോളജിയിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് കിങ്ഡം മൊണീറ, കിങ്ഡം പ്രൊട്ടിസ്റ്റ ആൻഡ് കിങ്ഡം ഫഞ്ചൈ. ഈ 3 ഗ്രൂപ്പിനെ കുറിച്ചും അവരുടെ സബ് ഗ്രൂപ്പ്സിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ ഗ്രൂപ്പ് എന്താണ്? കിങ്ഡം മൊണീറ. ഈ ഒരു ഗ്രൂപ്പിൽ അവിടെ ബാക്ടീരിയയുടെ സ്ട്രക്ചറും പ്രത്യേകതകളും ടൈപ്സും മാത്രമാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്.
അതായത് ബാക്ടീരിയ ഉൾക്കൊള്ളുന്ന ഗ്രൂപ്പിനെയാണ് നമ്മൾ കിങ്ഡം മൊണീറ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ബാക്ടീരിയ എവിടെ വരുന്നു? ഒന്നാമത്തെ ഗ്രൂപ്പിൽ കിങ്ഡം മൊണീറ. രണ്ടാമത്തെ ഗ്രൂപ്പ് പ്രൊട്ടിസ്റ്റ. പ്രൊട്ടിസ്റ്റയിൽ യൂണിസെല്ലുലാർ യൂക്കാരിയോട്സ്. അതിൽ കുറേ ടൈപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് ഓരോന്നോരോന്നും മെല്ലെ മെല്ലെ പഠിക്കാം. അപ്പോൾ ഇവിടെ യൂണിസെല്ലുലാർ യൂക്കാരിയോട്സിനെയാണ് രണ്ടാമത്തെ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മൂന്നാമത്തെ ഗ്രൂപ്പിൽ എന്താണ്? ഫംഗസിനെ കുറിച്ച് അല്ലേ? പലതരം ഫംഗസ് ഉണ്ട്, ഫംഗസിൻ്റെ പല ഗ്രൂപ്പുകളുണ്ട്, അതൊക്കെയാണ് ഈ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുള്ളത്. നാലാമത്തത് സ്ട്രിക്ട്ലി ഫോർ പ്ലാന്റ്സ് ആൻഡ് ദ ലാസ്റ്റ് വൺ ഫോർ ആനിമൽസ്. ആ രീതിയിലാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഓർഗാനിസത്തിനെ സിസ്റ്റമാറ്റിക്കായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് കിങ്ഡം മൊണീറ, ഒന്നാമത്തെ കിങ്ഡം ആയിട്ടുള്ള കിങ്ഡം മൊണീറ. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു എന്തിൻ്റെ ഗ്രൂപ്പാണത്? ബാക്ടീരിയയുടെ ഗ്രൂപ്പാണ്. ഓൾ ടൈപ്സ് ഓഫ് ബാക്ടീരിയ ആർ ഇൻക്ലൂഡഡ് അണ്ടർ കിങ്ഡം മൊണീറ. ആൻഡ് അണ്ടർ ദിസ് ഹെഡ് യു ഹാവ് ടു ലേൺ അബൌട്ട് ദ സ്ട്രക്ചർ, ടൈപ്സ് ആൻഡ് peculiarities of bacteria. So kingdom Monera contains bacteria. ഈ ഗ്രൂപ്പിൽ ബാക്ടീരിയയുടെ സ്പെഷ്യൽ ഫീച്ചേഴ്സാണ് പറയുന്നത്. അതിൽ 2 ഗ്രൂപ്പുകളായിട്ട് വീണ്ടും തിരിച്ചിട്ടുണ്ട്. ആർക്കി ബാക്ടീരിയ ആൻഡ് യു ബാക്ടീരിയ. അതിൽ ഫസ്റ്റ് ഗ്രൂപ്പായിട്ടുള്ള ആർക്കി ബാക്ടീരിയയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, ആർക്കി ബാക്ടീരിയ എക്സ്ട്രീം ഹാബിറ്റാറ്റിൽ കാണുന്ന ടൈപ്പ് ബാക്ടീരിയയാണ്. അതിൻ്റെ മറ്റ് സ്ട്രക്ചേഴ്സും കാര്യങ്ങളൊന്നും ഡീറ്റെയിൽസൊന്നും നിങ്ങൾക്ക് ഇതിൽ പഠിക്കാനില്ല. ഇതിൽ മെയിനായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ആർക്കി ബാക്ടീരിയയുടെ 3 ടൈപ്സാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഹാലോഫൈൽസ്, തെർമോ അസിഡോഫൈൽസ് ആൻഡ് മെത്തനോജൻസ്. അവർ എവിടെയാണ് കാണുന്നത്, അല്ലെങ്കിൽ അവരുടെ ഹാബിറ്റാറ്റ്, അവരുടെ വാസസ്ഥലം, അതിനനുസരിച്ചിട്ട് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതാണ് ഹാലോഫൈൽസ്, തെർമോ അസിഡോഫൈൽസ് ആൻഡ് മെത്തനോജൻസ്. ഇതിനകത്ത് ഫസ്റ്റ് വരുന്ന ഹാലോഫൈൽസ്. ഹാലോഫൈൽസ് എന്ന് വെച്ചാൽ എക്സ്ട്രീം സോൾട്ട് ഉള്ള കണ്ടീഷനിൽ കാണപ്പെടുന്ന, അതായത് ഉപ്പിൻ്റെ സാന്നിധ്യം കൂടുതൽ കാണപ്പെടുന്ന ഏരിയയിൽ വസിക്കാനാണ് ഇങ്ങനത്തെ ബാക്ടീരിയകൾ ഇഷ്ടപ്പെടുന്നത്. അവർക്കാണ് ഹാലോഫൈൽസ് എന്ന് പറയുന്നത്. തെർമോ അസിഡോഫൈൽസ് എന്നാൽ ഈ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നത്, തെർമോ എന്ന് പറഞ്ഞാൽ തെർമോമീറ്റർ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? ദാറ്റ് ഈസ് സംതിങ് റിഗാർഡിങ് ടെമ്പറേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ടേമാണ് തെർമോ. അസിഡോഫൈൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസിഡിറ്റി. അപ്പം ആസിഡ് കണ്ടീഷനെയും അതേപോലെ ഹൈ ടെമ്പറേച്ചർ കണ്ടീഷനെയും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ബാക്ടീരിയ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വസിക്കുന്ന ബാക്ടീരിയയാണ് തെർമോ അസിഡോഫൈൽസ്. പിന്നെ എന്താണ് മെത്തനോജൻസ്? മെത്തനോജൻ എന്ന് പറഞ്ഞാൽ ഇവിടെ മീഥെയിൻ ഗ്യാസ് എന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ നമ്മളുടെ കാറ്റിൽ വെറൈറ്റി പെട്ടിട്ടുള്ള ആനിമൽസ്, അവരുടെ ഗട്ട് റീജിയനിൽ, അവരുടെ ബോഡിയുടെ അകത്തായിട്ട് കാണുന്ന ടൈപ്പ് ബാക്ടീരിയയാണ് മെത്തനോജൻസ്. അപ്പം ഇപ്പോൾ കൗവിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ കൗഡങ്ങിലൂടെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്? പുറത്തേക്ക് വരുന്നുണ്ട്. അവരുടെ എക്സ്ക്രീഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ കൗഡങ്ങ് പുറത്തേക്ക് വരും അല്ലേ? അപ്പോൾ അവരുടെ ഗട്ട് റീജിയനിൽ കാണപ്പെടുന്ന ടൈപ്പ് ബാക്ടീരിയയാണ് മെത്തനോജൻസ്. അങ്ങനെ നമ്മൾ ബയോഗ്യാസ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ കൗഡങ്ങൊക്കെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന സമയത്ത് അവിടെ മീഥെയിൻ ഗ്യാസിൻ്റെ പ്രൊഡക്ഷൻ നടക്കും അല്ലേ? അപ്പോൾ അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ബാക്ടീരിയയാണ് മെത്തനോജൻസ്. അങ്ങനെ മീഥെയിൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ബാക്ടീരിയ ആയതുകൊണ്ടാണ് അതിന് ആ പേര് കൊടുത്തിട്ടുള്ളത്, മെത്തനോജൻസ്. ഇപ്പോൾ കിങ്ഡം മൊണീറ is a group which contains bacteria, which is again divided into 2 different types. That means it includes 2 different types of bacteria, Archaebacteria and Eubacteria. And under this head you have to learn about 3 different types of bacteria according to their habitat. And there are 3 different types of Archaebacteria such as halophiles, thermoacidophiles and methanogens. First group, that is halophiles, it includes bacteria which live in area with high salt content. The second type, thermoacidophiles, they live in area where temperature as well as acidity, they both are in high condition. The third one, methanogens, they are living inside the body of cattle
especially in their gut region, and they are responsible for the formation of methane gas. So these are the three different bacteria which comes under Archaebacteria. ഈ ആർക്കിബാക്ടീരിയ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ 3 ടൈപ്പ് കൊടുത്തിട്ടുള്ളത് അവരുടെ ഹാബിറ്റാറ്റ് അനുസരിച്ചിട്ടാണ്. ഇതാണ് നിങ്ങൾക്ക് ഈ ഒരു പാർട്ടിൽ പഠിക്കാനുള്ളത്. ഈ 3 പേരുകൾ, 3 ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ: ഹാലോഫൈൽസ്, തെർമോസിഡോഫൈൽസ് ആൻഡ് മെത്തനോജൻസ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ടൈപ്പ് ഏതാണ്? യു ബാക്ടീരിയ. യു എന്നുള്ള വാക്കിന് അർത്ഥം അല്ലെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ട്രൂ എന്നാണ്. ട്രൂ ആയിട്ടുള്ള ഒരു ബാക്ടീരിയയുടെ ബോഡി എങ്ങനെയാണോ ആ രീതിയിൽ കറക്റ്റായിട്ട് ആ ഒരു ബാക്ടീരിയൽ ബോഡി ഏത് രീതിയിലാണ് കാണപ്പെടേണ്ടത് അതേ രീതിയിൽ കാണപ്പെടുന്ന ഗ്രൂപ്പാണ് യു ബാക്ടീരിയ എന്നുള്ള കാറ്റഗറിയിൽ വരുന്നത്. പിന്നെ അവരുടെ ഹാബിറ്റ്, അവരുടെ ആ ഒരു ബോഡിയുടെ പ്രത്യേകതയാണ് ഈ കൊടുത്തിട്ടുള്ളത്. ദേ മേ ബി യൂണിസെല്ലുലാർ, കൊളോണിയൽ ഓർ ഫിലമെൻറ്റസ്. യൂണിസെല്ലുലാർ എന്ന് വെച്ചാൽ യൂണി മീൻസ് സിംഗിൾ, ഒരൊറ്റ സെല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഒരൊറ്റ സെല്ലാണ് അവരുടെ എല്ലാ ആക്ടിവിറ്റീസും അല്ലെങ്കിൽ ഫങ്ഷൻസും നടത്തിക്കൊണ്ട് പോകുന്നത്. രണ്ടാമത്തത് കൊളോണിയൽ, കോളനി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. കോളനി, ഇപ്പോൾ വീടുകളുടെ ഒരു കോളനിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വീടുകൾ ഒരു ഏരിയയിൽ അടുത്തടുത്ത് കാണുന്നത്. അതേപോലെ ചില ബാക്ടീരിയ അങ്ങനെയാണ്, കുറേ ബാക്ടീരിയൽ സെല്ല് ഒന്നിച്ച് ചേർന്നിട്ട് ഒരു കോളനി പോലെ മാത്രമേ അവർ കാണുള്ളൂ. പിന്നെന്താ മൂന്നാമത്തത്? ഫിലമെൻറ്റസ്, ഒരു ത്രെഡ് ലൈക്ക് സ്ട്രക്ചറായിട്ട്, നീളത്തിലുള്ള ഒരു ത്രെഡ് പോലെയുള്ള സ്ട്രക്ചറായിട്ടായിരിക്കും അല്ലെങ്കിൽ ഒരു ഫിലമെൻറ്റിൻ്റെ ഫോമിലായിരിക്കും അവർ കാണപ്പെടുന്നത്. അപ്പം ഈ ബാക്ടീരിയയുടെ ഹാബിറ്റ് അനുസരിച്ചിട്ടാണ് ഈ 3 ടൈപ്പ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ്? യൂണിസെല്ലുലാർ, കൊളോണിയൽ ഓർ ഫിലമെൻറ്റസ്. അപ്പോൾ യു ബാക്ടീരിയയുടെ പ്രത്യേകത എന്താണ്? അവരുടെ ഹാബിറ്റാണ് പഠിക്കാനുള്ളത്. ഹാബിറ്റ് എങ്ങനെയായിരിക്കും? ദേ മേ ബി യൂണിസെല്ലുലാർ, കൊളോണിയൽ ഓർ ഫിലമെൻറ്റസ് ഇൻ നേച്ചർ. ഇനി അടുത്തത് നമുക്ക് ബാക്ടീരിയയുടെ ന്യൂട്രീഷൻ എങ്ങനെയാണെന്ന് നോക്കാം. എങ്ങനെയാണ് അവർക്ക് വേണ്ടുന്ന ഫുഡ് മെറ്റീരിയൽ അവർ സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണോ അല്ലെങ്കിൽ മറ്റ് ഓർഗാനിസത്തിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണോ എന്നൊക്കെയുള്ളത് നോക്കാം. അപ്പം ബാക്ടീരിയയുടെ കേസാണെങ്കിൽ ബാക്ടീരിയ, മെജോറിറ്റി ഓഫ് ബാക്ടീരിയ ദേ ആർ ഹെറ്റിറോട്രോഫിക് ആണ്. ട്രോഫിക് എന്നുള്ള വാക്കിനർത്ഥം ന്യൂട്രീഷൻ അല്ലെങ്കിൽ ഫുഡ് എന്നൊക്കെയാണ് അവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഹെറ്റിറോ എന്ന് പറഞ്ഞാൽ ഡിഫറൻറ്റ് അല്ലെങ്കിൽ അതർ എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ മറ്റ് പല ജീവികളെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ടൈപ്പ് ബാക്ടീരിയ അവർക്കാണ് ഹെറ്റിറോട്രോഫിക് എന്ന് പറയുക. അവരെന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? അവരുടെ ന്യൂട്രീഷന് വേണ്ടിയിട്ട് അല്ലേ, അല്ലെങ്കിൽ ഫുഡ് മെറ്റീരിയലിന് വേണ്ടിയിട്ടാണ് അവർ മറ്റു ഓർഗാനിസത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമുക്കറിയാം, ഇപ്പോൾ പ്ലാന്റ്സിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആനിമൽസിൻ്റെയൊക്കെ ബോഡിയൊക്കെ, ആനിമൽസിൻ്റെ ബോഡി അതേപോലെ പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനെ ഇലകളൊക്കെ വീണിട്ട് കുമിഞ്ഞു കൂടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അവിടെയൊക്കെ എന്താണ് പെട്ടെന്ന് വന്ന് പെരുകുന്നത്? ബാക്ടീരിയയാണ്. അപ്പോൾ ഡെഡ് ഓർഗാനിക് മാറ്റർ വിഘടനം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ചെറിയ ക്ലാസ്സുകളിലൊക്കെ. വിഘടനം സംഭവിക്കണമെങ്കിൽ അവിടെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ബാക്ടീരിയ. അപ്പം മറ്റ് ജീവജാലങ്ങളുടെ ബോഡിയെ ഡിപ്പെൻഡ് ചെയ്ത് ലൈവായിട്ടുള്ളതായിരിക്കാം അല്ലെങ്കിൽ ഡെത്ത് സംഭവിച്ചതിന് ശേഷമുള്ള ബോഡി ആയിരിക്കാം. അപ്പോൾ അങ്ങനെ മറ്റു ഓർഗാനിസത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ബാക്ടീരിയയ്ക്കാണ് നമ്മൾ ഹെറ്റിറോട്രോഫ്സ് എന്ന് പറയുക. അപ്പം ഒരുവിധം ബാക്ടീരിയയുടെ ഗ്രൂപ്പ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മെജോറിറ്റിയും എങ്ങനെയാണെന്നാണ് പറയുന്നത്? ഹെറ്റിറോട്രോഫിക് ആണ്. പക്ഷേ അവിടെയും ചില ആളുകൾ, ചില ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ എങ്ങനെയുണ്ട്? ഓട്ടോട്രോഫിക് ആണെന്ന് പറയാം. ഓട്ടോ മീൻസ് സെൽഫ് എന്നാണ് അർത്ഥം. ട്രോഫിക് മീൻസ് നേരത്തെ പറഞ്ഞു ന്യൂട്രീഷൻ അല്ലെങ്കിൽ ഫുഡ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഓട്ടോട്രോഫിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ബാക്ടീരിയ അവർക്ക് വേണ്ടുന്ന ഫുഡ് മെറ്റീരിയൽ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യും. സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ബാക്ടീരിയയിൽ വീണ്ടും 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതാണ്. ദേ മേ ബി ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ് ഓർ കീമോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ്. ഇപ്പോൾ 2 ടൈപ്പ് വീണ്ടും വന്നു. ഓട്ടോട്രോഫ്സ് തന്നെയാണ്, 2 ടൈപ്പാണ്. ഫോട്ടോസിന്തറ്റിക്, ആ ഒരു വേർഡ് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള വേർഡാണ്. ഫോട്ടോസിന്തസിസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫോട്ടോ അല്ലെങ്കിൽ ഫോട്ടോൺ എന്നൊക്കെ ഉള്ളത് റെപ്രസെൻ്റ് ചെയ്തത് ലൈറ്റിനെയാണ്. അപ്പോൾ സൺലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ബാക്ടീരിയ ഫുഡ് മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്യുന്നത്. കീമോസിന്തറ്റിക്, കീമോ നമുക്കറിയാം, കെമിസ്ട്രി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ കെമിക്കൽ കോമ്പൗണ്ട്സ് എന്നുള്ള ആ ഒരു മീനിങ് ആണ് അവിടെ ഉള്ളത്. അപ്പം നേച്ചറിലുള്ള ഓർഗാനിക് ആൻഡ് ഇനോർഗാനിക് സബ്സ്റ്റൻസസിനെ അല്ലെങ്കിൽ മോളിക്യൂൾസിനെ
ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ വിഘടനങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുമ്പം അതിൽ നിന്നും ഉള്ള എനർജി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ബാക്ടീരിയയ്ക്കാണ് കീമോസിന്തറ്റിക് ബാക്ടീരിയ അല്ലെങ്കിൽ കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയ എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഗ്രൂപ്പിൽ യു ബാക്ടീരിയയിൽ ഒരു എക്സാമ്പിൾ കൊടുത്തതായിരുന്നു സൈനോ ബാക്ടീരിയ അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗേ. ഓക്കെ, ഇത് എങ്ങനെയാണ് ഈ ഒരു ഗ്രൂപ്പ് നമ്മൾ ഓട്ടോട്രോഫിക് ബാക്ടീരിയ ആണ്, ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവായിട്ടുള്ള ബാക്ടീരിയ ആണ്. ബ്ലൂ ഗ്രീൻ ആൽഗേ അതിൽ ക്ലോറോഫിൽ പിഗ്മെൻ്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ബാക്ടീരിയയാണ് സൈനോ ബാക്ടീരിയ. ഒരു എക്സാമ്പിളാണ് യു ബാക്ടീരിയ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ഒരു എക്സാമ്പിളാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്, സൈനോ ബാക്ടീരിയ അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗേ. So based upon nutrition, bacteria are divided into two different groups such as autotrophic bacteria and heterotrophic bacteria. Again, autotrophic bacteria may be of two different types such as photosynthetic autotrophs and chemosynthetic autotrophs. Photosynthetic autotrophic bacteria, they depend upon light energy to synthesize their food material, whereas chemosynthetic bacteria depend upon some organic or inorganic substances in nature, and they utilize energy from such substances for the formation of their food materials. So these are the two different types of bacteria on the basis of their nutrition.